നമസ്കാരം. മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 357 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് ഇന്ത്യ നൽകിയിരുന്നത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ഇന്ത്യ അവസാന പന്തിൽ 356 റൺസ് എന്ന വലിയ ടോട്ടൽ അടിച്ചെടുത്ത് പുറത്താവുകയായിരുന്നു. ഇന്ത്യൻ ഇന്നിംഗ്സിൽ ശ്രേയസ് അയ്യരുടെയും വിരാട് കോഹ്ലിയുടെയും അർദ്ധ സെഞ്ചുറികൾ കരുത്താവുകയായിരുന്നു. ശുഭ്മൻ ഗില്ലിന്റെ സെഞ്ചുറി നെടുന്തൂണുമായി 52 റൺസുമായാണ് കോഹ്ലി ഈ ഒരു മത്സരത്തിൽ ഫോമിലേക്ക് മടങ്ങിയെത്തിയത്. 55 പന്തുകൾ നേരിട്ട് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ 7 ഫോറും ഒരു സിക്സറും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ തന്റെ ഇന്നിംഗ്സിനിടെ ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ ലിയാം ലിവിങ്സ്റ്റണുമായി അദ്ദേഹം ഉരസിയതിന്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇംഗ്ലീഷ് ലെഗ് സ്പിന്നർ ആദിൽ റഷീദ് ഇറങ്ങിയ 15ാമത്തെ ഓവറിലായിരുന്നു ഈ ഒരു സംഭവം അരങ്ങേറിയത്. ഇന്ത്യ ഒരു വിക്കറ്റിന് 93 റൺസ് എടുത്ത് നിൽക്കെയാണ് റഷീദിനെ ഇംഗ്ലണ്ട് നായകൻ ജോസ് ബട്ട്ലർ ആദ്യമായി പന്തെറിയാൻ വിളിച്ചത്. 47 റൺസോടെ ശുഭ്മൻ ഗില്ലും 38 റൺസ് എടുത്ത വിരാട് കോഹ്ലിയുമായിരുന്നു ക്രീസിൽ ഉണ്ടായിരുന്നത്. ഓവറിലെ ആദ്യ പന്ത് നേരിട്ടത് കോഹ്ലിയാണ്. അദ്ദേഹത്തിന് റണ്ണൊന്നും എടുക്കാനായില്ല. അടുത്ത പന്ത് ഫ്രണ്ട് ഫൂട്ടിൽ പ്രതിരോധിക്കാനാണ് കോഹ്ലി ശ്രമിച്ചത്. പക്ഷേ ലെഗ് സ്റ്റംപ് ഏരിയയിൽ പിച്ച് ചെയ്ത ശേഷം അകത്തേക്ക് കയറിയ ബോള് അദ്ദേഹത്തിന്റെ പാഡിൽ പതിക്കുകയായിരുന്നു. പിന്നാലെ ഇംഗ്ലണ്ടിന്റെ ശക്തമായ LBW അപ്പീൽ. പക്ഷെ അമ്പയർ ഇത് തള്ളിക്കളഞ്ഞു. ഇതോടെ ബട്ട്ലർ റിവ്യൂ എടുക്കുകയും ചെയ്തു. എന്നാൽ ലെഗ് സ്റ്റംപിന് അല്പം പുറത്താണ് പന്ത് പിച്ച് ചെയ്തതെന്ന് ബോൾ ട്രാക്കിംഗിൽ തെളിഞ്ഞതോടെ തേർഡ് അമ്പയർ ഇംഗ്ലണ്ടിന്റെ റിവ്യൂ തള്ളുകയും ചെയ്തു. ഇതിന് പിന്നാലെയായിരുന്നു തമാശയായി കോഹ്ലിയെ ലിയാം ലിവിങ്സ്റ്റൺ പരിഹസിച്ചത്. അല്പം വ്യത്യാസത്തിലാണ് LBWയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് കോഹ്ലിക്ക് അരികിലേക്ക് വന്ന ലിവിങ്സ്റ്റൺ ആംഗ്യം കാണിക്കുകയും പറയുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് താരത്തിന്റെ ഈ ഒരു തമാശ അത്ര രസിച്ചില്ല എന്ന് കോഹ്ലിയുടെ അപ്പോഴത്തെ മുഖഭാവത്തിൽ നിന്നും വ്യക്തമായിരുന്നു. ദേഷ്യത്തിൽ കാണപ്പെട്ട അദ്ദേഹം തന്റെ അടുത്തേക്ക് വന്ന ചിരിയോടെ ലിവിങ്സ്റ്റനെ തള്ളി മാറ്റുകയും ചെയ്തു. ഇത് കണ്ട ഇംഗ്ലണ്ട് വിക്കറ്റ് കീപ്പർ ഫിൽ സാൾട്ട് അമ്പരന്ന് നിൽക്കുന്നതും കാണാമായിരുന്നു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലും നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. ആദ്യത്തെ 2 ഏകദിനങ്ങളിലും റൺ ചേസിനൊടുവിൽ ജയിച്ചു കയറിയ ഇന്ത്യക്ക് ഈ ഒരു കളിയിൽ ആദ്യം ബാറ്റ് ചെയ്യാൻ അവസരം ലഭിക്കുകയായിരുന്നു. റണ്ണൊഴുക്കിയ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ പിച്ചിൽ ഇന്ത്യൻ ബാറ്റർമാർ നന്നായി മുതലെടുക്കുകയും ചെയ്തു. കരിയറിലെ 7ാം സെഞ്ചുറി കുറിച്ച ശുഭ്മൻ ഗില്ലാണ് ടീമിന്റെ അമരക്കാരൻ ആയത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ പെട്ടെന്ന് നഷ്ടമായി എങ്കിലും പിന്നീട് വന്നവരെല്ലാം ടീമിനായി മികച്ച സംഭാവനകൾ നൽകി. 102 പന്തിൽ 14 ഫോറും 3 സിക്സും അടക്കം 112 റൺസ് അടിച്ചെടുത്താണ് ഗില്ല് പുറത്തായത്. ശ്രേയസ് അയ്യർ പരമ്പരയിൽ തന്റെ 2ാം 50യുമായി 4ാം നമ്പറിൽ വീണ്ടും മിന്നിച്ചു. 64 പന്തിൽ 8 ഫോറും 2 സിക്സറും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നു. എന്തായാലും കോഹ്ലിയെ സംബന്ധിച്ച് ഇനിയുള്ള മത്സരങ്ങൾ നിർണായകമാണ്. ഈ ഒരു അർദ്ധ സെഞ്ചുറി കൊണ്ട് മാത്രം കോഹ്ലിക്ക് നിലനിൽപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം. ഇനി വരാൻ പോകുന്നത് ചാമ്പ്യൻസ് ട്രോഫിയാണ്. എന്തായാലും അതിലേക്ക് ആ ഒരു ചാമ്പ്യൻസ് ട്രോഫിക്ക് അവകാശവാദം ഉന്നയിക്കാൻ തൽക്കാലം ഈ ഒരു അർദ്ധ സെഞ്ചുറി കൊണ്ട് മതിയാകും. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ചാമ്പ്യൻസ് ട്രോഫിയിൽ തിളങ്ങുക എന്നതാണ്. കോഹ്ലിയുടെ ഓരോ ഇന്നിംഗ്സും ഇനി നിർണായകമാണ്. ചാമ്പ്യൻസ് ട്രോഫിയിലെ ഓരോ പ്രകടനവും അത് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കോഹ്ലിയുടെ ഭാവി തന്നെ തീരുമാനിക്കുക.